നടന്ന കഥ. ഗ്രാമത്തിലെ മുതിർന്നവനായ രംഗയ്യ തന്റെ അടുത്തേക്ക് വന്ന സഹോദരന്മാരുടെ സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾക്ക് വിധി പറഞ്ഞ് അവരുടെ പ്രശ്നം പരിഹരിച്ചു അയക്കുന്നു. അതിനുശേഷം തന്റെ മക്കളെ കാണാൻ പട്ടണത്തിലേക്ക് കാറിൽ പുറപ്പെടുന്നു മകൻ ശ്രീകാന്ത്. വീട്ടിലെത്തിയ ശേഷം അവൻ വിഷമിക്കുന്നത് കണ്ടു. അവനുണ്ടായ പ്രശ്നം എന്താണെന്ന് അറിയാൻ അവന്റെ നടപ്പു ശ്രീകാന്ത് തന്റെ അച്ഛനോട് ഇങ്ങനെ പറയാൻ പറയും. എന്താണ് സംഭവിച്ചതെന്ന് ശ്രീകാന്ത് സംഭവിച്ച കാര്യങ്ങൾ രംഗയ്യയെ പറയാൻ തുടങ്ങുന്നു. ഒരു ദിവസം വൈകുന്നേരം ശ്രീകാന്ത് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിലെ സോഫയ്ക്കരികിൽ ലക്ഷ്മി അവനെ കാത്തിരിക്കുന്നു. ശ്രീകാന്ത് വീട്ടിലേക്ക് വന്നയുടനെ അവനോട് ഇങ്ങനെ പറയുന്നു, എന്താണ് വന്നത്? നിങ്ങൾ വളരെ ക്ഷീണിതനായി തോന്നുന്നു. ഇങ്ങനെ സോഫയിൽ ഇരിക്കൂ. ഞാൻ ഇപ്പോൾ നിങ്ങൾക്കായി കാപ്പി കൊണ്ടുവരാം, അല്ലെങ്കിൽ കുളിച്ചു വരുമോ? നിങ്ങൾക്കായി ചൂട് പകോടി ഉണ്ടാക്കി കൊണ്ടുവരാം, അല്ലെങ്കിൽ രാത്രി. ഭക്ഷണത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരിക്കുമോ? ഇത് എൻ്റെ വീട്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത്, ഇത് നമ്മുടെ സ്വന്തം. നിങ്ങൾക്ക് എന്തിനാണ് സംശയം? നിങ്ങൾ ഇന്ന് എവിടെയും കാണാത്ത സ്നേഹവും ബഹുമാനവും ഒരുമിച്ച് എൻ്റെ മേൽ ഒഴിച്ചപ്പോൾ അതിൽ നന്യുതല പ്രവർത്തിക്കണം എന്ന് തോന്നി. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ഒരേ ദിവസം എല്ലാ ഉത്തരവാദിത്വങ്ങളും വഹിക്കണം. നിന്റെ അതിയായ സ്നേഹം ഒരുമിച്ച് ഞാൻ സഹിക്കാനാകില്ല. പക്ഷേ യഥാർത്ഥ കാര്യം എന്താണെന്ന് പറയൂ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നു. സാധാരണയായി ഭാര്യമാർ ഭർത്താക്കന്മാരിൽ നിന്ന് തന്നെ ഇത് നേടണം. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ എല്ലാം നിങ്ങളുടെ മേൽ പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. എന്താണ് കാര്യം? ഒന്നുമില്ല. നിങ്ങൾ രാവിലെ ഓഫീസിലേക്ക് പോയതിനു ശേഷം വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി പോകുന്നു. എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ എന്തും തോന്നുന്നില്ല. അവരുടെ വീട്ടിൽ പോയി അവരുമായി സംസാരിക്കുക. അങ്ങനെ സമയം കടന്നു പോകും. അത് ഞാൻ ശ്രമിച്ചു. പക്ഷേ എല്ലാവർക്കും വീട്ടിൽ ടിവികളുണ്ട്. എല്ലാവരും ആ ടിവിയിൽ വരുന്ന പരിപാടികളിൽ മുഴുകി എന്നെ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ എന്താണ് പറയുന്നത്? അവരോട് പോയി, അമ്മ നിന്റെ സീരിയൽ കുറച്ചു നേരം മാറ്റിവെച്ച് എൻ്റെ ഭാര്യയെ കുറച്ച് ശ്രദ്ധിക്കൂ, കുട്ടിയെ കയ്യിൽ എടുത്ത് പാട്ട് പാടിക്കൂ എന്ന് പറയണോ? അയ്യോ, നിങ്ങൾ എങ്ങനെ എന്നെ കളിയാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്ന് മാറിപ്പോകുന്നു. അത്ര ഭാഗ്യം എനിക്ക് വേണ്ട. അമ്മയുടെ വീട്ടിലെ കുരച്ചലുകൾ ഇല്ലാതെ ശാന്തമായിരിക്കുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും പറയൂ, ഇപ്പോൾ എന്താണ് പറയുന്നത്? എന്താണ് ചെയ്യാൻ പറയുന്നത്? ഒന്നുമില്ല. നമ്മുടെ വീട്ടിലും ഒന്നുണ്ടെങ്കിൽ ഞാനും ടിവിയിൽ വരുന്ന സീരിയലുകൾ കാണുമ്പോൾ നിങ്ങൾ വരുന്നവരെ സമയം ചെലവഴിക്കാം. അതിനാൽ നിങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ ടിവി വാങ്ങിക്കൊണ്ടുവരൂ. ശരി? നിന്റെ ആഗ്രഹം ഞാൻ ഏത് ദിവസവും നിറവേറ്റില്ല അച്ഛാ. പക്ഷേ എന്റെ ശമ്പളം വീണ്ടും വരുന്നതുവരെ കുറച്ച് സമയം എടുക്കും. ഓഫീസിൽ ആരെയെങ്കിലും കടം ചോദിക്കണമെങ്കിൽ എല്ലാവർക്കും അതേ അവസ്ഥയാണ്. ടിവിക്കായി ആവശ്യമായ പണം എങ്ങനെ കണ്ടെത്താം എന്നതാണ് എന്റെ ചിന്ത. അല്ലെങ്കിൽ ഗ്രാമത്തിൽ ഉള്ള നിങ്ങളുടെ അച്ഛനോട് ഒരു തവണ ചോദിച്ചു നോക്കൂ. അദ്ദേഹം തീർച്ചയായും സഹായിക്കും, അല്ലേ? ലക്ഷ്മിയോട് ഇതിനകം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഞാൻ അച്ഛനിൽ ആശ്രയിക്കരുതെന്ന് പറഞ്ഞ് എൻ്റെ സ്വന്തം കാലുകളിൽ നിൽക്കാനാണ് ഞാൻ ഈ പട്ടണത്തിൽ ജോലി ചെയ്യാൻ വന്നത്. വീണ്ടും ഇത്തരത്തിലുള്ള പരാമർശം എൻ്റെ അടുത്ത് കൊണ്ടുവരരുത്. ഞാൻ തന്നെ പണം കണ്ടെത്താൻ മറ്റൊരു മാർഗം ഇല്ലെന്ന് ചിന്തിക്കും. എനിക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം തരൂ. അയ്യോ, ഇത്ര ചെറിയ കാര്യത്തിന് എന്തിനാണ് നിങ്ങൾ എല്ലാവരും ഇത്രയും ചിന്തിക്കുന്നത്? എന്റെ സ്വർണ്ണ ബംഗ്ലുകൾ ഉണ്ടല്ലോ, അവ എടുത്ത് മാർവാടി ഷോപ്പിൽ പണയം വെച്ച് കിട്ടുന്ന പണം കൊണ്ട് ടിവി വാങ്ങി വരൂ. നിങ്ങളുടെ ശമ്പളം വന്ന ശേഷം അവ തിരിച്ചെടുക്കാം. എങ്ങനെയുണ്ട് ഈ ഉപായം? നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നിന്റെ തല പാദരസം പോലെ വേഗത്തിൽ ഓടുന്നില്ലേ? നീ പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഭർത്താവ് സ്വർണം, ഇങ്ങനെ സ്വർണം എന്ന് ഒരു ദിവസം എന്നെയും പണയം വയ്ക്കും. അയ്യോ, വീണ്ടും തുടങ്ങിയോ പരാജയങ്ങൾ? അങ്ങനെ പറയും. പക്ഷേ നാളെ ഓഫീസിന് അവധി എടുത്തു പോയി ആ മാർവാടി കടകളിൽ സ്വർണം മാറ്റി ടിവി വാങ്ങിക്കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾക്കിപ്പോ എങ്കിലും എൻ്റെ മനസ്സ് പൂർണ്ണ സന്തോഷത്തോടെ നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിനെന്തോ എങ്കിലും എൻ്റെ വയറ് നിറഞ്ഞിട്ടില്ല. കൂഷ്മാണ്ഡത്തിൽ ആത്മാരാമൻ വിശപ്പോടെ നിലവിളിക്കുന്നു. അവനോട് കുറച്ച് മേൽപിടിച്ച് ആലോചനയുണ്ടോ? നിങ്ങളോട് അയ്യോ എൻ്റെ മനസ്സേ, ഞാൻ ആ കാര്യം മറന്നുപോയി, ക്ഷമിക്കണം. നിങ്ങൾ കുളിച്ച് വരൂ. അതിനിടയിൽ ചൂടായി നിങ്ങൾക്ക് ഇഷ്ടമായ ഗുത്തോങ്കായ കറി തയ്യാറാക്കാം എന്ന് പറഞ്ഞ് ലക്ഷ്മി അടുക്കളയിലേക്ക് പോകുന്നു. ശ്രീകാന്ത് കുളിക്കാൻ പോകുന്നു.
ലക്ഷ്മി തന്റെ ഭർത്താവ് പുതിയ ടിവി വാങ്ങാൻ സമ്മതിച്ചതിൽ സന്തോഷത്തോടെ തന്റെ ഭർത്താവിനായി അടുക്കളയിൽ വളരെ സ്നേഹത്തോടെ ശ്രീകാന്തിന് വളരെ ഇഷ്ടമായ കുത്തോങ്കായ കറി പാകം ചെയ്യുന്നു. അവൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ അവന് കുറുക്കുറെ വിളമ്പുന്നു. ഇങ്ങനെ ഇരുവരും ഭക്ഷണം കഴിച്ച് ആ രാത്രി ഉറങ്ങിപ്പോകുന്നു. മറുനാൾ രാവിലെ ശ്രീകാന്ത് പോയി ആ സ്വർണ്ണ ബംഗ്ലുകൾ പണയം വെച്ച് ഷോറൂമിലേക്ക് പോയി ഒരു പുതിയ ടിവി വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വീട്ടിൽ ആ ടിവി സ്ഥാപിച്ച് അതിന് ഡിഷ് കണക്ഷനും ഏർപ്പെടുത്തുന്നു. അന്നു മുതൽ ശ്രീകാന്ത് രാവിലെ ഓഫീസിലേക്ക് പോയാൽ ലക്ഷ്മി ആ ടിവിയുടെ മുന്നിൽ ഇരുന്ന് വീട്ടുപണികൾ എല്ലാം മാറ്റിവെച്ച് അതിൽ മുഴുകിപ്പോകുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ടിവിയിൽ വരുന്ന വിവിധ വസ്തുക്കളുടെ പരസ്യം കണ്ടു. ഓരോ ദിവസവും ശ്രീകാന്ത് വീട്ടിൽ വന്നാൽ ആ വസ്തു തനിക്കായി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു. പാവം ശ്രീകാന്ത് ഭാര്യയുടെ വാക്ക് നിരസിക്കാനാവാതെ തന്റെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ലക്ഷ്മി ആവശ്യപ്പെട്ടതെല്ലാം കൊണ്ടുവന്ന് നൽകുന്നു. ഇങ്ങനെ ഓരോ ദിവസവും ലക്ഷ്മിക്ക് ആ പരസ്യത്തിൽ വരുന്ന വസ്തുക്കളോടുള്ള താല്പര്യം കൂടുതൽ കൂടുന്നു. ശ്രീകാന്ത് തന്റെ വരുമാനം മതിയാകാതെ തന്റെ ഓഫീസിലെ സഹപ്രവർത്തകരിൽ നിന്ന് കടം വാങ്ങാനും തുടങ്ങുന്നു. ഇങ്ങനെ സംഭവിച്ചതെല്ലാം തന്റെ അച്ഛൻ രംഗയോട് പറഞ്ഞു ശ്രീകാന്ത് വിഷമിക്കുന്നു. അപ്പോൾ രംഗയ്യ ചിരിച്ചുകൊണ്ട് ശ്രീകാന്തിനോട് ഇങ്ങനെ പറയുന്നു, നിനക്ക് ഇങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു അല്ലേ? അച്ഛാ, നിങ്ങൾക്കും അവരില്ലെങ്കിൽ എന്ത് അല്ലേ? നിനക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ പുറത്തു കടം എടുക്കും, പക്ഷേ നിന്റെ അച്ഛനിൽ നിന്ന് മാത്രം എടുക്കില്ല. നിനക്ക് ഇങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു. നിനക്ക് നിന്റെ സഹോദരിയില്ലെങ്കിൽ വേറെ ആരുടേതാണ് അത്? നിന്റെ കാലുകളിൽ നിൽക്കണം എന്ന ആലോചന നല്ലതാണ്, പക്ഷേ ആവശ്യം വന്നപ്പോൾ അച്ഛനോട് പോലും ചോദിക്കരുത് എന്ന ആ മുറുകെ പിടുത്തം എന്താണ്? എന്നോട് ചോദിക്കാതെയും സഹായിക്കാതെയും നിങ്ങൾ സമ്പാദിക്കുന്ന വരുമാനം കൊണ്ട് നിങ്ങളുടെ കടങ്ങൾ എങ്ങനെ വീട്ടാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മറ്റെന്താണ് ആശയം? കത്തിയ സാധനങ്ങളെല്ലാം എടുത്ത് റോഡരികിലുള്ള ഫുട്പാത്തിൽ ഇടാൻ അച്ഛൻ നിർബന്ധിച്ചു. വരൂ ബാബു, എന്ത് വാങ്ങിയാലും വെറും 10 രൂപ ആണ്. ഹോരി തിങ്കരോടയുടെ മോഷണത്തിന് പറ്റിയ ഒരു ഇനയെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് അത് വിൽക്കാൻ ഇതിലും നല്ല സമയം ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കില്ല. രംഗയ്യ പിളർന്നു നിറഞ്ഞു ചിരിക്കും. അത് കണ്ട ശ്രീകാന്ത് തന്റെ മുഖം ചെറുതായി ചുളിച്ചുകൊണ്ട് ഇങ്ങനെ പറയും, അയ്യോ നിർത്തൂ എന്റെ മകൻ. കഷ്ടതകളിൽ ആയിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്നത് നിർത്തി എന്റെ അവസ്ഥ കണ്ടു പിളർന്നു നിറഞ്ഞു ചിരിക്കും. മറ്റെന്ത് ചെയ്യാൻ പറയുന്നുവോ? നീ എങ്ങനെയോ എന്നോട് സഹായം ചോദിച്ചു, എങ്കിലും ഞാൻ സഹായം ചെയ്യാമെന്ന് പറഞ്ഞാലും നീ സമ്മതിക്കില്ല. ശരി, എന്റെ തെറ്റ്. എന്നെ ക്ഷമിക്കൂ. എന്റെ പ്രശ്നത്തിന് ഒരു നല്ല പരിഹാരം കാണിച്ച് ഈ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾ തന്നെ എന്നെ രക്ഷിക്കണം. എന്നാൽ ഞാൻ പറഞ്ഞ നിബന്ധന അംഗീകരിക്കണം. എന്താണ് അച്ഛാ? നിബന്ധന ഒന്നുമില്ലല്ലോ. ആദ്യം നീ നിങ്ങളുടെ ഓഫീസിൽ ചെയ്ത കടങ്ങൾ എല്ലാം തീർക്കുക, 12 ദിവസം കാത്തിരിക്കുക, ഗ്രാമത്തിലേക്ക് വന്ന് അതിന് എത്ര ആവശ്യമാണോ അത്രയും പണം കൊണ്ടുപോകുക. ഇനി മുതൽ ഈ പണം ആവശ്യമുള്ളപ്പോൾ മോഹൻ വീണ്ടും എന്നോട് ചോദിക്കുക, ഞാൻ എന്റെ കാലിൽ നിൽക്കും. അയൽ വീട്ടിലെ മുറ്റത്ത് വീഴാതെ തലകീഴായി തപസ്യ ചെയ്യാൻ പോകേണ്ട ഈ നിബന്ധന നിങ്ങൾക്ക് അംഗീകരിക്കാമോ? അങ്ങനെ തന്നെയാ അച്ഛാ. ഇനി മുതൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ കേൾക്കും. പക്ഷേ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം നിനക്കുണ്ടോ? അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് എത്ര വലിയ പ്രശ്നം വന്നാലും ഒരു ചിറ്റിക്കൽ പരിഹാരം കാണിച്ചയാളാണ് ഞാൻ. നിന്റെ ചെറിയ പ്രശ്നത്തിന് പരിഹാരം കാണിക്കാനാകില്ലേ? എങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടോ? വളരെ അത്ഭുതകരമായ പരിഹാരം ഉണ്ട്. സത്യത്തിൽ പറയുന്നത് അല്ല, വീട്ടിൽ വേഗത്തിൽ പറഞ്ഞ് എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അച്ഛാ, വീട്ടിൽ രംഗയ്യ പറയാൻ പോകുന്ന ആ പരിഹാരം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക.